പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 62-ാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: പരവശനായി പരതത്വം എന്റേതെന്നോർക്കരുത് അരുതെന്ന് കതിപ്പതൊന്നിനാലേ, വരുമറിവേത് വരാകതിപ്പതാലേ, പരമപദം പരിചിന്ത ചെയ്തിടേണം. പരവശനായി പരതത്വം എന്റേതെന്നോർക്കരുത് അരുതെന്ന് കതിപ്പതൊന്നിനാലേ, വരുമറിവേതു വരാകതിപ്പതാലേ, പരമപദം പരിചിന്ത ചെയ്തിടേണം. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. പരവശനായി, ലൗകിക വീക്ഷണത്തിന് അടിമപ്പെട്ട്, പരതത്വം പരമാത്മാവിനെ എന്റേതെന്ന്, എന്റെ പരമാത്മാവെന്ന് ഓർക്കരുത്, കരുതാൻ പാടില്ല. അരുതെന്ന്, കരുതാൻ പാടില്ലെന്ന് കതിപ്പതൊന്നിനാലെ, പറഞ്ഞതുകൊണ്ട് മാത്രം, വരുമറിവേത്, എന്തറിവുണ്ടാകാനാണ്, വരാ കതിപ്പതാലെ, വെറുതെ പറഞ്ഞതുകൊണ്ട് മാത്രം ജ്ഞാനം കൈവരികയില്ല. പരമപദം പരമാത്മാവിനെ പരിചിന്ത ചെയ്തിടേണം, ധ്യാനനിമഗ്നമായി അനുഭവിച്ച് അറിയണം. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. ലൗകിക വീക്ഷണത്തിന് അടിമപ്പെട്ട് പരമാത്മാവിനെ എന്റെ പരമാത്മാവെന്ന് കരുതാൻ പാടില്ല. കരുതാൻ പാടില്ലെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം എന്തറിവുണ്ടാകാനാണ്, വെറുതെ പറഞ്ഞതുകൊണ്ട് മാത്രം ജ്ഞാനം കൈവരികയില്ല. പരമാത്മാവിനെ ധ്യാനനിമഗ്നമായി അനുഭവിച്ചറിയണം. ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് കടക്കാം. പരവശതയാണ് ഒരുവനെ തളർത്തുന്നത്, അല്ലേ? നമുക്ക് തളർച്ച ഉണ്ടാകുന്നത് എപ്പോഴാണ്? പരവശം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമെല്ലാം തളരും. സത്യം വേറെ എവിടെയോ ആണെന്ന് കരുതി അതിൻ്റെ ലാഭത്തിനായി പ്രയത്നിക്കുമ്പോഴാണ് പരവശനാകുന്നത്, അല്ലേ? സത്യം എന്താണ്, അതിനെക്കുറിച്ചുള്ള ആവലാതി, ഇതൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ആകെപ്പാടെ പരവശരാകും. ഉത്തരേന്ത്യയിൽ ജീവിച്ചിരുന്ന ജ്ഞാനിയായ കബീർ പറയുന്നു, ഈശ്വരൻ മന്ദിരത്തിലും മസ്ജിദിലുമല്ല, യാഗത്തിലും യോഗത്തിലുമല്ല, ഈശ്വരൻ നിന്റെ പ്രാണന്റെ പ്രാണനാകുന്നുവെന്ന്. നാം തന്നെ നമ്മെ തിരഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് ജന്മങ്ങളേറെ കഴിഞ്ഞു. യാത്രയേറെ ചെയ്ത് ഈ സത്രത്തിൽ, അതായത് ഭൂമി എന്ന ഈ സത്രത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള പഥികന്മാരാണ് നാം എല്ലാവരും. നമ്മുടെ യാത്ര നമ്മളെ തേടിയുള്ളതാണെന്ന് അറിയുമ്പോൾ ഇതുവരെ ചെയ്ത യാത്രകളെല്ലാം വൃഥാവിലാകുന്നു, അല്ലേ? നമ്മുടെ യാത്ര എന്താണ്? നമ്മളെ തന്നെ തേടിയുള്ളതാണ്. അതായത് കബീർ പറഞ്ഞതുപോലെ ഈശ്വരൻ മന്ദിരത്തിലും മസ്ജിദിലുമല്ല, പിന്നെ എവിടെയാണ്? നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ആ ഈശ്വരനെ ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ്. ഏറ്റവും അടുത്ത ഒന്നിനെ അറിയാതെ അകലെയുള്ളതിലേക്ക് തല നീട്ടുന്ന നമ്മുടെ ബുദ്ധി പാരവശ്യമാണ്. ആ ബുദ്ധി കൊണ്ടാണ് നമ്മൾ വീണ്ടും പരമാത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നത്. പരമാത്മാവെന്ന് പറയുമ്പോൾ അത് ഏതോ വലിയൊരു വസ്തു എന്ന രീതിയിലാണ് ഇങ്ങനെയൊക്കെ അന്വേഷിക്കുന്ന ആളുടെ മനസ്സിൽ തോന്നുകയുള്ളൂ. എൻ്റെ പരമാത്മാവെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. എല്ലാ എൻ്റേതുകളും ഞാനല്ലാത്തതാണ്. ഇങ്ങനെ ചിന്തിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് ശരിയായ പരമാത്മജ്ഞാനം കൈവരികയില്ല. ഉപനിഷത്തും ബൈബിളും ഖുറാനും മനോഹരമായി ഉരുവിടുവാൻ കഴിയുന്ന പണ്ഡിത ശിരോമണികളുണ്ട്. അവർ മണിമണി പോലെ വേദപുസ്തകം ചൊല്ലിക്കേൾപ്പിച്ചു തരുന്നു. പക്ഷേ ജീവൻ കൊരുത്തിട്ട കെണിയിൽ അവരും ഒരു പറവയെപ്പോലെ ചിറകിട്ടടിച്ച്
നിലവിളിക്കുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മുക്തി കാണാപ്പാഠം പഠിച്ചുണ്ടാകുന്ന ഒന്നല്ല. ഏറ്റുചൊല്ലി ഹൃദിസ്ഥമാക്കുന്നതുമല്ല മുക്തി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ആത്മാവിൻ്റെ അഗാധതയിലേക്ക് സ്വന്തം തപസ്സിനാൽ ആണ്ടിറങ്ങണം. ധ്യാനത്തിൻ്റെ സാഗര സ്വച്ഛത കൈവരുവോളം ഈ പരിചിന്തനം നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കണം. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, ആത്മോപദേശ ശതകം 62-ാം മന്ത്രത്തിൻ്റെ മനനമാണ് നമ്മളിവിടെ നടത്തിയത്. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവോം ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.